ഇറാൻ ആക്രമണത്തിന് ഖത്തറിന് നഷ്ടപരിഹാരം വേണമെന്ന് ഖത്തർ പ്രതിനിധി ഐക്യരാഷ്ട്രസഭയിൽ ആവശ്യപ്പെട്ടു. ഖത്തർ ആവശ്യപ്പെട്ട ആവശ്യത്തെ നമുക്ക് അന്യായമായി കണക്കാക്കാനാവില്ല. ഖത്തർ സംഗതി ട്രംപിൻ്റെ ഒരു സ്വന്തക്കാരനും അദ്ദേഹത്തിന് വിമാനമൊക്കെ വാങ്ങിച്ചു കൊടുത്ത ആളുമാണെങ്കിലും ഈ പ്രാദേശിക വിഷയങ്ങൾ പരിഹരിക്കുന്നതിനും അതിന് മധ്യസ്ഥം വഹിക്കുന്നതിനും ഖത്തർ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. ഖത്തർ ഇത്തരം അടുപ്പവും സ്നേഹവുമൊക്കെ അമേരിക്കയോടും അതുപോലെ തന്നെ യൂറോപ്പിനോടുമൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഖത്തറിൽ എന്തെങ്കിലും പരിപാടി നടക്കുമ്പോഴും അല്ലെങ്കിൽ ഖത്തർ എന്തെങ്കിലും ഒരു അഭിമാനപൂർവ്വം ഉയർന്നു നിൽക്കുമ്പോഴും അതിനകത്ത് എല്ലാ അഭ്യാസങ്ങളും കാണിക്കാറുള്ളത് ഈ പറയുന്ന സയനിസ്റ്റുകളും അതുപോലെ തന്നെ ഈ അമേരിക്കൻ കുത്തകകളും ഒക്കെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഫിഫ വേൾഡ് കപ്പ് നടന്നപ്പോഴും ഖത്തറിനെ എല്ലാ അർത്ഥത്തിലും ഇകഴ്ത്താനും മോശമാക്കാനും എല്ലാ ശ്രമവും യൂറോപ്പിൽ നടന്നിരുന്നു. നമ്മുടെ നാട്ടിലെ ചില സംഘികളും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചാണ് ഖത്തർ അങ്ങനെ നിൽക്കുന്നത്. അൽ ജസീറ TV-ക്ക് സഹായം നിർത്തണമെന്നും അടച്ചുപൂട്ടണമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ ഖത്തർ അങ്ങനെ വഴങ്ങിയതൊന്നുമില്ല. ഖത്തർ ഒരു കരുത്തുള്ള രാജ്യമാണ്. പക്ഷേ ഖത്തർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അവർക്കുണ്ടായ ആ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം വേണം എന്നുള്ളതാണ്. ന്യായവുമാണ്. പക്ഷേ അതിൽ കുറച്ചുകൂടി വലിയൊരു ന്യായം കിടപ്പുണ്ട്. അതെന്താണെന്നറിയോ? ഈ അമേരിക്കയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരായ മിഡിൽ ഈസ്റ്റിലെ രാജാക്കന്മാരെല്ലാവരും കൂടി ചേർന്ന് ഇറാന് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ട് ആ നഷ്ടപരിഹാരത്തിൽ നിന്നും ഒരു നിശ്ചിത തുക നിങ്ങൾ ഈടാക്കിയും വേണം. എന്ന് വെച്ചാൽ ഒരുത്തൻ്റെ ആമാട കീറുന്ന അടി ഒരു കാര്യവുമില്ലാതെ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഈ ട്രംപും നെതന്യാഹുവും ചേർന്ന് നടത്തി. നിങ്ങളെല്ലാം കണ്ടുകൊണ്ട് നിന്നാണല്ലോ ഈ അടിയെല്ലാം അടിക്കുന്നത്. അടിക്കാൻ ഒരു കാരണവും ഇല്ലെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ കൊന്ന് അവിടെ ഒന്നും സാധിക്കാനില്ലെന്നും അറിയാമല്ലോ. അപ്പോൾ ആ അടിയെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ട് നിന്നത്. ഇനി വിശ്വാസപരമായിട്ടാണെങ്കിൽ പോലും നമ്മൾ സാക്ഷിയാകുന്ന തിന്മയ്ക്ക്, അനീതിക്ക് നമ്മൾ കൂടി ഉത്തരവാദിയാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്നും നമുക്ക് ഒഴിഞ്ഞു പോകാനാവില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഈ അമേരിക്കയിൽ നിന്നും ഈ സയനിസ്റ്റുകളുടെ കയ്യിൽ നിന്നും വലിയ ഒരു നഷ്ടപരിഹാരം വാങ്ങി ഇറാന് കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടുത്തെയൊക്കെ ബ്രോക്കർമാരെടുക്കുന്നത് പോലെ നിങ്ങളുടെ നഷ്ടപരിഹാരത്തിൻ്റെ കാശ് അവരെ കയ്യിൽ നിന്ന് നിങ്ങളെടുത്തോണം. അതല്ലാതെ 10-50 കൊല്ലമായി വെള്ളം കൂടി ഇല്ലാതെ എണ്ണ വിൽക്കാനൊക്കാതെ എല്ലാ അർത്ഥത്തിലും ഉപരോധിച്ച് ഇതെല്ലാം അടച്ചിട്ട് അവിടെ കിടക്കുമ്പോൾ നിങ്ങളെ ഒട്ടും ആക്രമിച്ചിട്ടില്ലാത്ത, നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടില്ലാത്ത, നിങ്ങളുടെ രാജ്യത്തേക്കൊന്നും ഒരു അധിനിവേശവും നടത്തിയിട്ടില്ലാത്ത തൊട്ടടുത്തുള്ളൊരു പേർഷ്യൻ രാജ്യത്തെ ഒരു കൾച്ചറലായും അല്ലാതെയുമൊക്കെ നിങ്ങളോട് താതാത്മ്യം പ്രാപിക്കാവുന്ന ഒരു രാജ്യത്തെ നിങ്ങളുടെ വർഗവഞ്ചകരായ, നിങ്ങളുടെ വിശ്വാസത്തെയും സമൂഹത്തെയും സംസ്കാരത്തെയും ഉന്മൂലനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവരെ മേൽ നടത്തുന്ന എല്ലാ അനീതികളും നോക്കിക്കൊണ്ട് നിൽക്കുന്നവർ എന്നൊരു വിശ്വാസപരമായും ധാർമ്മികമായും ആയ ഒരു നീതിപൂർവമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കാത്തതിൻ്റെ ഒരു അനീതി നിങ്ങൾക്കുണ്ട്. ആ അനീതിയുടെ ഇരയാണ് ഇറാൻ. ആ അനീതിക്ക് നിങ്ങൾ നീതി വാങ്ങിക്കൊടുത്തിട്ട് നിങ്ങളോട് ഇറാൻ കാണിച്ച അനീതിക്ക് നിങ്ങളും നീതി വാങ്ങിയെടുക്കണം. അള്ളാഹുവിൻ്റെ മുന്നിൽ, ഉടയതമ്പുരാൻ്റെ മുന്നിൽ, ദൈവത്തിന് മുന്നിൽ നീതിയും അനീതിയും സത്യവും അസത്യവുമേ ഉള്ളൂ. അവിടെ ട്രംപും നെതന്യാഹുവും ഖത്തറും കുവൈറ്റും ഇറാഖും ഇറാനും ഒന്നുമില്ല. ആ മണലാരണ്യത്തിൽ നിന്നല്ലേ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങളുടെ പേരും മേൽവിലാസവും പോലും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങളിൽ ആർക്കാണോ സൂക്ഷ്മത കൂടുതലുള്ളത് ആ സൂക്ഷ്മതയുടെ കാര്യത്തിലും അതുപോലെ തന്നെ പ്രാർത്ഥനകളുടെ കാര്യത്തിലുമുള്ള വ്യത്യാസം മാത്രമാണ് നിങ്ങൾക്ക് എത്രത്തോളം ദൈവത്തോട് നന്ദിയുള്ളവരാണെന്നുള്ളതിൻ്റെ വ്യത്യാസം മാത്രമാണ് നിങ്ങൾക്കിടയിലുള്ളത് എന്നാണ്. അങ്ങനെ ദൈവത്തോട് നന്ദിയുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എത്രത്തോളം അനീതിയോടും അസത്യത്തോടും അകലം പാലിക്കുന്നുവെന്നും സത്യത്തോടും നീതിയോടും ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഖത്തർ മുതൽ ഇങ്ങോട്ട് വിസ്ഡം കുഞ്ഞുങ്ങൾ വരെ പടച്ചതമ്പുരാൻ്റെ തീരുമാനം അതാണ്. അതാണ് ഉടമ്പടി, അതാണ് കരാർ, അതാണ് പ്രഖ്യാപിത നയം.